ഏറ്റവും കൂടുതൽ കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് +2 മാർക്ക് എത്രയാണ് അറിയാൻ വേണ്ടിയാണ്. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് പുതിയ ഇൻഫർമേഷൻ ആണ് കുട്ടികൾക്ക് അറിയുന്നത്. 100 കിട്ടി കഴിഞ്ഞാൽ 80-ൽ 80 ആയിരിക്കും, 100-ൽ 50 കിട്ടുന്നതെങ്കിൽ 80-ൽ 40 ആയിരിക്കും. 85 മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതും, അത് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ 68 മാർക്കിലോട്ട് കൺവേർട്ട് ആവും. നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല മാർക്ക് പോയത്, നമുക്ക് 20 മാർക്ക് വരുന്ന ഇതിന് മാത്രമാണ് ഇങ്ങനെ. NIOSൽ രജിസ്റ്റർ ചെയ്തു, പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ പറ്റിയില്ലല്ലേ? ഇനി വിഷമിക്കണ്ട, കാരണം ഇനി നിങ്ങൾക്ക് 6 മാസത്തെ സിലബസ് വെറും 1 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം, അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ. സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS April 2025 പരീക്ഷ നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു മാസം തന്നെ നമ്മുടെ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം അടുത്തടുത്താണ് നമുക്ക് ഈ പ്രാവശ്യം എക്സാം ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കുട്ടികൾക്ക് അറിയേണ്ട കാര്യമാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നത്. ഞാൻ ഈ അസൈൻമെന്റ് എഴുതിന് എത്ര മാർക്കാണ്, എൻ്റെ തിയറിക്ക് എത്ര മാർക്കാണ്, പ്രാക്ടിക്കലിന് എത്ര മാർക്കാണ്, ഇതിനെല്ലാം കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെരി ഇമ്പോർട്ടന്റ് മക്കൾ, ഇത് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. എനിക്ക് അസൈൻമെന്റ് ഇത്ര കിട്ടിയുള്ളൂ, എനിക്ക് അത്ര കിട്ടിയാൽ ഞാൻ ജയിക്കോ തോൽക്കോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. NIOS April 2025 പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 5 അഡ്മിഷൻ ഈ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ വേഗം തന്നെ താഴെ കാണുന്ന നമ്മളോട് വാട്സ്ആപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1 സബ്ജക്റ്റ്, 2 സബ്ജക്റ്റ്, 3 സബ്ജക്റ്റ്, 4 സബ്ജക്റ്റ്, 5 സബ്ജക്റ്റ്, 6 സബ്ജക്റ്റ്, 7 സബ്ജക്റ്റ്, എത്ര സബ്ജക്റ്റ് വേണം, മാക്സിമം 7 സബ്ജക്റ്റ് ആണ്. അത്ര സബ്ജക്റ്റ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എക്സാം ഓറിയന്റഡ് ക്ലാസ് ആണ്, ഷ്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ 10-15 ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഒരു 15 ദിവസം കൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, അക്കൗണ്ട്സ്, പൊളിറ്റിക്കൽ, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, SSLC ഇംഗ്ലീഷ്, മലയാളം, സയൻസ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ സയൻസ്, മാത്സ്, ബേസിക് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ എൻട്രി, ഇങ്ങനെയുള്ള എല്ലാ പേപ്പേഴ്സിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ ബാസ് ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ്. ഈ ഒരു ക്ലാസിന്റെ ഇമ്പോർട്ടൻസ് ആണ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കണ്ടന്റുകളുണ്ട്, അതുപോലെ തന്നെ Q&A സെഷൻ മെറ്റീരിയൽസും ക്ലാസ്സും ഉണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകൾ മെറ്റീരിയൽ ആയിട്ടുണ്ട്, നമുക്ക് ക്ലാസ്സുകളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ എക്സാം ക്രാക്കർ സെഷൻ കൂടെ വന്നിട്ടുണ്ട്, ഷ്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾക്കുള്ള ക്ലാസ്സുകളും മെറ്റീരിയൽസും ഒക്കെ നമുക്ക് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ്. സോ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് വരുന്ന മാത്രം പഠിക്കണം ആയിരം കുട്ടികൾക്ക് വേഗം തന്നെ താഴെ നമ്മളോട് വാട്സ്ആപ്പ് ചെയ്തിട്ട് ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു April 2025 ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും വളരെ സക്സസ് ആയിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സക്സസ് എന്ന് നമ്മൾ വിലയിരുത്തുന്നത് നമുക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പാസ്സാവും. ഈ ഒരു കോഴ്സിലുള്ള എല്ലാ കുട്ടികൾക്കും, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പാസ്സാവാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മക്കളെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കുക, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡറി എന്ന് പറയുന്നത് 10ാം ക്ലാസ്സും സീനിയർ സെക്കൻഡറി എന്ന് പറയുന്നത് +2 ആണ്. സോ 10ാം ക്ലാസ്സിന് +2 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ സബ്ജക്ട്സ് വിത്തൗട്ട് പ്രാക്ടിക്കൽ ഇൻക്ലൂഡിംഗ് ലാംഗ്വേജസ്. അപ്പോൾ വിത്തൗട്ട് പ്രാക്ടിക്കൽ പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സ് അത് ഏതൊക്കെയാണ്? 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അതേപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സുകളാണ് വിത്തൗട്ട് പ്രാക്ടിക്കൽ. ലാംഗ്വേജസ് എല്ലാം ഏതൊക്കെ? അറബി, ഹിന്ദി, എല്ലാം ഇത്രയും സബ്ജക്ട്സുകളൊക്കെ നമുക്ക് വിത്തൗട്ട് പ്രാക്ടിക്കൽ ആണ്, അതേപോലെ തന്നെ ഇൻക്ലൂഡിംഗ് ലാംഗ്വേജസ്. ഓക്കെ, ഈ പറഞ്ഞ നമ്മുടെ 10ാം ക്ലാസ്സിലെ എല്ലാ ലാബില്ലാത്ത വിഷയങ്ങളും അതേപോലെ ലാംഗ്വേജസ് ആയിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ നമുക്ക് മാർക്ക് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്നത് 100 മാർക്കിലാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് 3 മണിക്കൂർ എക്സാമിനേഷൻ 100 മാർക്കിനാണ്. 100 മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതണം. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തോളൂ. നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടട്ടെ. നമ്മൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ട എല്ലാ ടിപ്സുകളും നിർദ്ദേശങ്ങളും അതേപോലെ ഗൈഡൻസുകളും ഇനി വേണ്ട എല്ലാ മോട്ടിവേഷൻസും പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി നിങ്ങൾ വേറൊരു മേഖലയിലോട്ട് പോകുന്നത് വരെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊരു ട്രസ്റ്റ് ആണ് മക്കളെ, ഇതൊരു സംരംഭമാണ്. ഈ ഒരു സിസ്റ്റത്തിലോട്ട് വരുന്ന കുട്ടികൾക്ക് ഇവിടെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ അപ്ഡേറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേഷൻ പോലും നിങ്ങൾ അറിയാതിരിക്കില്ല. Each and every updates you will be notified through our channel. അപ്പോൾ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മക്കളെ. വാട്സ്ആപ്പ് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ആർക്കും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് ആഡ് ആകാൻ പറ്റും. സോ അതിൽ നമ്മൾ എല്ലാ കണ്ടന്റുകളും നമുക്ക് പരീക്ഷ ഓറിയന്റ് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാ അറിയിപ്പുകളൊക്കെ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഇനി എക്സാമിന് അടുപ്പിച്ച് നമ്മൾ വരുന്ന ലൈവ് മറ്റുള്ള സെഷൻസുകളൊക്കെ മെറ്റീരിയൽസ് കാര്യങ്ങൾ കണ്ടന്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് മുഖേനയായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്
കൊടുത്തിട്ടുണ്ട് മക്കളെ, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ, ആർക്കും ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ വിത്തൗട്ട് പ്രാക്ടിക്കൽ ലാംഗ്വേജ് സബ്ജക്ട്സ് 100 മാർക്കാണ് എക്സാമിനേഷൻ പറഞ്ഞു. 100 മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതിയാലും ആ മാർക്കിനെ അവർ കൺവേർട്ട് ചെയ്യുന്നത് 80 മാർക്കിലോട്ടാണ്. ഓക്കെ, അപ്പൊ 100 മാർക്കിന് എക്സാം എഴുതുമ്പോൾ അതിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്യും. അതെങ്ങനെ? 100 മാർക്കിന്റെ എക്സാമിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 100 മാർക്കിന് പരീക്ഷ എഴുതിയാൽ 100ൽ 100 മാർക്ക് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ ആ 100 മാർക്കിനെ അവര് 80ലോട്ട് കൺവേർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ, 80ലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ 100ൽ നമ്മൾ 50 മാർക്കാണ് നേടിയിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 40 ആയിരിക്കും. 80ൽ 40 ആയിരിക്കും. 100ൽ 100 കിട്ടിക്കഴിഞ്ഞാൽ 80ൽ 80 ആയിരിക്കും. 100ൽ 50 കിട്ടുന്നതെങ്കിൽ 80ൽ 40 ആയിരിക്കും. ഇങ്ങനെ അതിലോട്ട് കൺവേർട്ട് ചെയ്യും. 100 മാർക്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ പോലും അതിനെ അവർ കൺവേർട്ട് ചെയ്യുന്നത് 80 മാർക്കിലോട്ടാണ്. ഏതൊക്കെ? വിത്തൗട്ട് ഓൾ ലാംഗ്വേജസ്, വിത്തൗട്ട് പ്രാക്ടിക്കൽ, ഇങ്ങനെയുള്ളത് 10ാം സബ്ജക്ട്സുകൾ മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം 100 മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതി ആ 100 മാർക്കിനെ അവർ 80 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്കറിയാം ഫൈനലി മാർക്ക് വരുമ്പോൾ അത് 100 തന്നെ ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ള 20 മാർക്ക് എന്ന് പറയുന്ന അസൈൻമെന്റ് ആണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് 100 മാർക്ക് ഇന്റേണൽ അസസ്മെന്റ്, നിങ്ങളുടെ അസൈൻമെന്റ് മാർക്ക്. അപ്പൊ അസൈൻമെന്റ് മാർക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? അതായത് 100 മാർക്കിന് പരീക്ഷ എഴുതിയാൽ 100ൽ 100 അല്ല കിട്ടുന്നത്, ആ 100 മാർക്കിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള 80 മാർക്കാണ് നിങ്ങൾക്ക് ഫൈനലി റിസൾട്ട് വരുമ്പോൾ കിട്ടുന്നത്. ആ 80ന്റെ കൂടെ ബാക്കി ഒരു 20 കൂടി ആഡ് ആയിട്ടാണ് ഫൈനലി നിങ്ങൾക്ക് 100ൽ 100 മാർക്ക് എന്നുള്ളത് വരുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോയുടെ കമന്റ് ചെയ്താൽ ഞങ്ങൾക്ക് റിപ്ലൈ തരാം. അതേപോലെ നമ്മുടെ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ലാബ് ഉള്ളതാണ്, സയൻസ് ആൻഡ് ടെക്നോളജി ലാബ് ഉള്ളതാണ്, ഹോം സയൻസ് ലാബ് ഉള്ളതാണ്. ഈ ലാബുള്ള ഈ ഒരു പറഞ്ഞ 3 വിഷയങ്ങൾക്ക് തിയറി പരീക്ഷ നടക്കുന്നത് 85 മാർക്കിലാണ്. 85 മാർക്കിലാണ് തിയറി പരീക്ഷ നടക്കുന്നത്. നിങ്ങൾ എഴുതുന്ന എത്ര മാർക്കിനാ? 85 മാർക്കിനാണ്. എന്നാൽ ഈ 85 മാർക്കിനെ, തിയറി മാർക്കിനെ അവരെന്ത് ചെയ്യുന്നു? റിസൾട്ട് വരുമ്പോൾ 68ലോട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ 85 പരീക്ഷയിൽ 85 മാർക്കിന്റെ പരീക്ഷയിൽ 85 എടുത്താലും നമുക്ക് കൺവേർട്ടഡ് മാർക്ക് എത്ര വരുന്നത്? 68 ആണ്. ആ 68 മാർക്കിന്റെ കൂടെ ഈ ഒരു 17 മാർക്ക് അസൈൻമെന്റും കൂടി ആഡ് ആവും. അപ്പൊ എത്ര? 68ഉം 70ഉം 75ഉം 85. അങ്ങനെ 85 മാർക്കാണ് ടോട്ടലി വരിക. അപ്പൊ 85 എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിയറിയുടെ മാർക്കും നമ്മുടെ അസൈൻമെന്റ് മാർക്കും. അപ്പൊ ബാക്കിയുള്ള ഒരു 15 മാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ അതായിരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്ക്. 15 മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക്. ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്കിൽ PCPക്ക് 1.5 മാർക്കും നമ്മുടെ സമ്മേറ്റീവ്, അതായത് ഇപ്പൊ ഇന്നലെ അവാർഡ് ചെയ്തിട്ടുള്ള അതിൽ നമുക്ക് 1.5 മാർക്ക്, അങ്ങനെ 15 മാർക്ക്. അപ്പൊ 85 + 15 എത്ര? 100 മാർക്ക്. മനസ്സിലായോ? ലാബ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു മാർക്ക് ഇത്ര ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പൊ ലാബ് ഉള്ളതുകൊണ്ട്, ലാബ് ഇല്ലാത്ത സബ്ജക്ട്സ് ഇംഗ്ലീഷ് മലയാളമൊക്കെ പോലത്തെ ലാബ് ഇല്ലാത്ത വിഷയങ്ങൾ 100 മാർക്കിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ 20ന് കൂടെ അസൈൻമെന്റ് നേരെ ആഡ് ചെയ്തിട്ടാണ് 100 വന്നത്. എന്നാൽ ഇവിടെ 100 ആക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ഈ 10ാം ക്ലാസ്സിലെ മാത്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ് ഒക്കെ പോലത്തെ സബ്ജക്ട്സുകൾ 85 മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതും. അത് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ 68 മാർക്കിലോട്ട് കൺവേർട്ട് ആവും. അതിന്റെ കൂടെ 17 മാർക്ക് നിങ്ങൾക്ക് അസൈൻമെന്റ്, 17 മാർക്ക് അസൈൻമെന്റ്, അതിന്റെ കൂടെ 15 മാർക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് 100 മാർക്ക് വരുന്നത്. കണ്ടോ? ഓക്കെ, സോ നമ്മുടെ കുട്ടികൾക്ക് അസൈൻമെന്റിന്റെ മാർക്ക് വരുമ്പോൾ നമ്മളെ കുട്ടികൾ പറയും എനിക്ക് 1-2 വിഷയങ്ങൾക്ക് 20 കിട്ടി, ബാക്കി 17, 6, 8 ഒക്കെയാണ് പറഞ്ഞാൽ അതിന് മാക്സിമം മാർക്ക് അത്ര തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല മാർക്ക് പോയത്. നമുക്ക് 20 മാർക്ക് വരുന്ന ഇതിന് മാത്രമാണ്, ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് മാത്രമാണ് 20 വരുന്നത്. അതിൽ നിങ്ങൾക്ക് 20 കിട്ടിയിട്ടുണ്ടാവും, 19 ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനി 17 വരുന്നതിന് മാക്സിമം 17 മാർക്കുള്ളൂ. 10ാം ക്ലാസ് മാത്സിനും സയൻസ് ആൻഡ് ടെക്നോളജിക്കും ഹോം സയൻസിനൊക്കെ മാക്സിമം അസൈൻമെന്റ് മാർക്ക് എത്ര? 17. ഇപ്പൊ നിങ്ങൾ റിസൾട്ട് ഒക്കെ നോക്കിയിട്ടുണ്ടാവും, നിങ്ങളെ മാർക്ക് എത്രയൊക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അതിന് 20 കിട്ടിയാൽ അടിണ്ടാക്കിയിട്ട് ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. പക്ഷെ മക്കളെ അതിന്റെ മാക്സിമം മാർക്ക് 17 ആണ്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതിന്റെ കൂടെ പ്രാക്ടിക്കൽ മാർക്ക് കൂടെ ആഡ് ആയിട്ടാണ് 100 വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പെയിന്റിങ് 10ാം ക്ലാസ്സിൽ പെയിന്റിംഗ് എടുത്ത കുട്ടികളാണെങ്കിൽ 30 മാർക്കാണ് നമ്മൾ പരീക്ഷ ചെയ്യുന്നത്. അതിന് 24ലോട്ട് കൺവേർട്ട് ചെയ്ത് അതിന്റെ കൂടെ 6 മാർക്ക് അസൈൻമെന്റും, അങ്ങനെ 30 ആണ് വരുന്നത്. ബാക്കി വരുന്ന മാർക്കുകൾ ഫുൾ എത്ര? നമുക്ക് പ്രാക്ടിക്കലിന്റെ മാർക്കാണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എത്ര? 70 മാർക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ 24ഉം 6ഉം എന്ന് പറഞ്ഞാൽ 30ന്റെ കൂടെ 70ഉം കൂടി 100 മാർക്ക് അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ 40 മാർക്കിനാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. അതിനെ കൺവേർട്ട് ചെയ്യുന്ന എത്ര മാർക്കിലോട്ടാ? 32 മാർക്കിലോട്ടാണ്. ആ 32 മാർക്കിന് കൂടെ 8 മാർക്കാണ് അസൈൻമെന്റ് വരുന്നത്. അങ്ങനെ 40 മാർക്കും ബാക്കി 60 മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം. അപ്പോൾ ഈ പറഞ്ഞ ഡാറ്റ എൻട്രി, പെയിന്റിംഗ് പോലത്തെ വിഷയങ്ങൾക്ക് പ്രാക്ടിക്കലിനാണ് മാർക്ക് കൂടുതൽ, തിയറിക്ക് മാർക്ക് കുറവാണ്. അത് പ്രാക്ടിക്കൽ സബ്ജക്ട്സുകളാണ്. എന്നാൽ ഇംഗ്ലീഷ്, മലയാളം പോലത്തെ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് തിയറിക്കാണ് ഫുൾ മാർക്ക് വരുന്നത്. അസൈൻമെന്റ് അതിന്റെ ഒരു 20% മാത്രമാണ് നമുക്ക് അസൈൻമെന്റ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 10ാം ക്ലാസ്. ഇനി നമുക്ക് +2ന്റെ കാര്യം നോക്കാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് +2ന്റെ മാർക്ക് എത്രയെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. +2ലോട്ട് വരുമ്പോൾ നോക്കൂ, സബ്ജക്ട്സ് വിത്തൗട്ട് പ്രാക്ടിക്കൽ ഇൻക്ലൂഡിംഗ് ലാംഗ്വേജസ്. അത് ഏതൊക്കെ സബ്ജക്ട്സ്? ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്,
ഓക്കെ, അക്കൗണ്ടൻസി, പിന്നെ ഏതൊക്കെ വരാ നമുക്ക് ഹിന്ദി, അറബി, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സ്, ലാബ് ഇല്ലാത്ത വിഷയങ്ങളോ അതേപോലെ ലാംഗ്വേജസ് വരുന്ന സബ്ജക്ട്സുകളൊക്കെ പ്ലസ് ടുവിലും 10ാം ക്ലാസ്സിലൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏതാണ് 100 മാർക്കിനാണ് പരീക്ഷ, 3 മണിക്കൂർ എക്സാമിനേഷൻ, 100 മാർക്കിനാണ് നിങ്ങൾ എഴുതുന്നത്. ആ 100 മാർക്കിന് നേരത്തെ 10ാം ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ 80 കൺവേർട്ട് ചെയ്യും. ആ 80ന്റെ കൂടെ 20 മാർക്ക് അസൈൻമെന്റ്, 80 + 20, ഇങ്ങനെയാണ് നമുക്ക് 100 മാർക്ക് ഫൈനലി വരുന്നത്. ഓക്കെ, ഇത് ലാബില്ലാത്ത വിഷയങ്ങളുടെ കാര്യമാണ്, ലാംഗ്വേജസ് ഒക്കെ പോലത്തെ. ഇനി ലാബിലുള്ള വിഷയങ്ങളായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, എൻവയോൺമെന്റൽ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ഹോം സയൻസ്, അങ്ങനെ മറ്റ് ഏത് പ്രാക്ടിക്കൽ സബ്ജക്ട്സുകളാണെങ്കിലും, ഏത് പ്രാക്ടിക്കൽ റിലേറ്റഡ് സബ്ജക്ട്സുകളാണെങ്കിലും അതിന്റെ പരീക്ഷ എഴുതുന്ന എത്ര മാർക്കിനാ? 80 മാർക്കിനാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. അതിനെ അവർ കൺവേർട്ട് ചെയ്യുന്ന എത്ര മാർക്കിലോട്ടാ? നമുക്ക് 64 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിന്റെ കൂടെ 16 മാർക്കാണ് അവർ അസൈൻമെന്റ് ആഡ് ആക്കണം. അപ്പൊ അതിന്റെ മാക്സിമം മാർക്ക് 16 ആണ്. ഇപ്പോൾ സയൻസ് എടുത്തൊരു കുട്ടിക്ക് ഇംഗ്ലീഷിനും മലയാളത്തിന് 20 കിട്ടി, പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് എനിക്ക് 16 കിട്ടിയുള്ളൂ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരും. അപ്പൊ എന്താ കാരണം? 4 മാർക്ക് പോയി എന്നാ വിശ്വസിക്കണം. കാരണം ബാക്കിയൊക്കെ 20 അല്ലേ. അപ്പൊ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും എന്താ 20 ആണ് ഇതിന്റെ മാക്സിമം സ്കോർ എന്നുള്ളത്. 20 അല്ല, അത് 16 മാർക്ക് വരുന്നത്. അത് അത്ര തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 15-16 ലെവലിൽ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഓക്കെ, കറക്റ്റ് സബ്മിറ്റ് ചെയ്ത് നല്ല വൃത്തിയോട് കൂടി ചെയ്ത് കുട്ടികൾക്ക്. ഓക്കെ, സോ 64 16 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര? 70 80 ആണ്. ബാക്കി നമുക്ക് ഒരു 20 മാർക്ക് കൂടെ വരുന്നുണ്ട്, എന്നാലാണ് നമുക്ക് 100 മാർക്ക് വരിക. ആ 20 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെ മാർക്കാണ്. സോ 64 തിയറി എക്സാമിനേഷൻ കൺവേർട്ടഡ് മാർക്ക്, 16 അസൈൻമെന്റ്, 20 നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്ക്. അങ്ങനെയാണ് നിങ്ങൾക്ക് 100 മാർക്ക് ഫൈനലി വരുന്നത്. മക്കൾ അത് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അസൈൻമെന്റ് മാർക്ക് ഇത്ര വന്ന കുട്ടികൾക്ക് ഈ അസൈൻമെന്റ് മാർക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് തിയറി എളുപ്പത്തിൽ പാസ്സാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പ്രാക്ടിക്കൽ മാത്രം അറ്റൻഡ് ചെയ്തിട്ട് 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കോട് വരുന്ന കുട്ടികളുണ്ട്. പ്ലസ് ടുവിലൊക്കെ ആണെങ്കിൽ പ്രാക്ടിക്കൽ ഈസി ആയിട്ട് പാസ്സാക്കാൻ പറ്റും. അതേപോലെ തന്നെ തിയറിയിലാണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് മാർക്ക് മിനിമം മാർക്ക് എടുത്തിട്ട് അസൈൻമെന്റ് മാർക്ക് വെച്ചിട്ട് കൂടുതൽ മാർക്ക് വരുന്ന കുട്ടികൾക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വരിക എന്നുള്ളത്. ഇത് പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണക്കൊക്കെ ആയതുകൊണ്ട് സംശയം ഉണ്ടാവും. സംശയങ്ങൾ എന്ത് വന്നാലും മനസ്സിൽ വെച്ചിരിക്കേണ്ട മക്കളെ, താഴെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ, എന്നോട് ചോദിച്ചോളൂ, ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം, നോ പ്രോബ്ലം. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ലാബുള്ള വിഷയങ്ങൾ വരുന്നത്. ഇനി ഇതല്ലാതെ നമുക്കറിയാം കുറച്ച് സബ്ജക്ട്സുകൾ. പെയിന്റിങ്, ഓക്കെ, പ്ലസ് ടുവിൽ പെയിന്റിംഗ് ആണെങ്കിൽ നമുക്ക് പരീക്ഷ എടുക്കുന്നത് 30 മാർക്കിനാണ്, നേരത്തെ 10ാം ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞ പോലെ. പക്ഷേ കൺവേർട്ടഡ് മാർക്ക് വരുന്നത് 24 ആണ്. 24 നമ്മുടെ അസൈൻമെന്റ് മാർക്ക് 6 കൂട്ടിയിട്ട് 30 വരും. ബാക്കി നമുക്ക് 70 വരുന്നത് ഏതാണ്? നമ്മുടെ പ്രാക്ടിക്കലിന്റെ മാർക്കാണ്. ഇനി ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ 40 തിയറി എക്സാമിനേഷൻ നടക്കുന്നത്. അതിന്റെ കൺവേർട്ടഡ് മാർക്ക് 32 ആണ്. 32ന്റെ കൂടെ അസൈൻമെന്റ് 8 മാർക്ക് കൂടി 40, ബാക്കി 60 മാർക്ക് എന്താ വരുന്നത്? നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. ഇനി കമ്പ്യൂട്ടർ സയൻസ് വരികയാണെങ്കിൽ കുട്ടികൾക്ക് തിയറി എക്സാമിനേഷൻ നടക്കുന്നത് 60 മാർക്കിനാണ്. അതിനെ കൺവേർട്ട് ചെയ്ത് 48 മാർക്കിനാണ്. അതിന്റെ കൂടെ അസൈൻമെന്റ് 12 മാർക്കും കൂടിയിട്ട് 60 മാർക്ക്, ബാക്കി 40 മാർക്ക് നമുക്ക് വരുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്കാണ്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിന്റെ ഒക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായിരിക്കുന്നുണ്ട്. സോ നമ്മൾ എടുത്ത സബ്ജക്ട്സുകളൊക്കെ ഏതാണെന്നുള്ളത് നോക്കുക, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പൊ അസൈൻമെന്റ് ഇപ്പൊ മാർക്ക് കിട്ടിയത് കുറവാന്നൊക്കെ പറയുന്ന കുട്ടികളോട് പറയുന്നത് അതിന്റെ മാക്സിമം മാർക്ക് ഇത്രയാണ്, ഈ മാർക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ കുറവാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ. സോ 20ക്ക് ഇപ്പോൾ 10 കിട്ടിയെങ്കിൽ കുറവാണ്, പക്ഷേ 20ൽ 18 19 ആണെങ്കിൽ അത് നല്ല മാർക്ക് തന്നെയാണ്. 16ക്ക് 15 16 കിട്ടിയെങ്കിൽ നല്ല മാർക്കാണ്. നമ്മളിത് കമ്പയർ ചെയ്യുക 20നോടാണ്, പക്ഷേ നമ്മുടെ മാർക്ക് മാക്സിമം 16ഉം 8ഉം 12 ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് കുട്ടികൾക്ക് അറിയില്ല. കമ്പ്യൂട്ടർ സയൻസിലൊക്കെ 12 എന്നുള്ള കാര്യം കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് പുതിയ ഇൻഫർമേഷൻ ആണ് കുട്ടികൾക്ക്. അപ്പോൾ അത് അറിയുന്നത് ആരും നിങ്ങൾക്ക് പറഞ്ഞില്ല, അതൊന്നും ഇപ്പോൾ ആരും നിങ്ങൾക്ക് പറഞ്ഞില്ല. പക്ഷെ ഇത് മനസ്സിലാക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ചിട്ട് വേണം നമ്മളിനി തിയറിക്ക് എത്ര മാർക്ക് എടുക്കണം, പ്രാക്ടിക്കലിന് എത്ര മാർക്കാണ് വരിക, ഞാൻ എവിടെ എനിക്ക് മാർക്ക് കുറഞ്ഞത്, എവിടെ എനിക്ക് മാർക്ക് കൂടിയതൊക്കെ നമുക്ക് സെൽഫായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മുടെ തിയറിയുടെ മാർക്കും എഴുതുന്ന എത്ര മാർക്കാണെന്നുള്ളതും ആ മാർക്ക് എത്രയിലോട്ട് തിയറി കൺവേർട്ടഡ് ആണെന്നുള്ളത്, അതിന്റെ കൂടെ അസൈൻമെന്റ് മാർക്ക് എത്ര വരും, അതിന്റെ കൂടെ പ്രാക്ടിക്കലിന്റെ മാർക്ക് എത്ര വരും എന്നുള്ളത് കൂടി ഫൈനലി നമ്മൾ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ കിട്ടുന്ന മാർക്ക് എത്ര എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ക്രാഷ് കോഴ്സിന്റെ അവസാനഘട്ട അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്മളോട് വാട്സ്ആപ്പ് ചെയ്തിട്ട് ഇന്ന് തന്നെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഇനിയുള്ള 15-20 ദിവസം നിങ്ങൾക്ക് കറക്റ്റ് അത് മാത്രം എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റുകൾ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് മാത്രം എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്കോട് കൂടി 75+ മാർക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റും. നമ്മളതിൽ കൊടുക്കുന്ന ഒബ്ജക്റ്റീവ് ബാങ്ക് Q&A കണ്ടന്റ് ഒക്കെ എക്സാം ക്രാക്കർ കണ്ടന്റ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഷ്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പരീക്ഷകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതന്നെ ഫോക്കസ് ചെയ്ത് പോയാൽ നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റും. ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.